ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 157ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ചുവടെ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൗരബോധം പ്രതിഫലിക്കുന്ന പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 പ്രകൃതി സംരക്ഷണം. ആൻസർ ഓപ്ഷൻ 2 പ്രകൃതി സംരക്ഷണം. 2. ചുവടെ നൽകിയിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന നികുതി ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന നികുതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 തൊഴിൽ നികുതി. ആൻസർ ഓപ്ഷൻ 3 തൊഴിൽ നികുതി. 3. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം എന്നാണ്? ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ 3 ഡിസംബർ 22. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22-നാണ്. 4. കുടുംബശ്രീ ചുവടെ നൽകിയിരിക്കുന്നവയിൽ എന്തിന് ഉദാഹരണമാണ്? കുടുംബശ്രീ ചുവടെ നൽകിയിരിക്കുന്നവയിൽ എന്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ 4 മൈക്രോ ഫിനാൻസ്. ആൻസർ ഓപ്ഷൻ 4 മൈക്രോ ഫിനാൻസ്. 5. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നാണ്യവിള ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ നാണ്യവിള ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 പരുത്തി. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നാണ്യവിള പരുത്തി. 6. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 3 സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 7th ക്വസ്റ്റ്യൻ. കേരളത്തിൽ അനാമി കളി എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുണ്ടായിരുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 കാസർഗോഡ് ജില്ല. ആൻസർ ഓപ്ഷൻ 1 കാസർഗോഡ് ജില്ല. 8. ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ 4 മാനവ വിഭവം. ആൻസർ ഓപ്ഷൻ 4 മാനവ വിഭവം. 9. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വമുള്ള ബാങ്കുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 സഹകരണ ബാങ്കുകൾ. ആൻസർ ഓപ്ഷൻ 2 സഹകരണ ബാങ്കുകൾ. 10. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം എന്തിനാൽ പ്രസിദ്ധമാണ്? ആൻസർ ഓപ്ഷൻ 3 ചണം കൃഷി. ആൻസർ ഓപ്ഷൻ 3 ചണം കൃഷി. 11. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 17. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 17 ആണ്. 12. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 4A. ഭരണഘടനാ ഭാഗം 4A-യിലാണ് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്നത്. 13. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആശയമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടത് അല്ലാത്തത്? പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 2 വൈസ് പ്രസിഡന്റ് പദവി. ആൻസർ ഓപ്ഷൻ 2 വൈസ് പ്രസിഡന്റ് പദവി. 14. ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ത്രിപുര സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ബംഗ്ലാദേശ്. ആൻസർ ഓപ്ഷൻ 3
ബംഗ്ലാദേശ്. 15 ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ ഓപ്ഷൻ 1 തെക്ക് ഭാഗത്ത്. ആൻസർ ഓപ്ഷൻ 1 തെക്ക് ഭാഗം. 16 ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് വീതി എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് വീതി എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ 4 2933 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ 4 2933 കിലോമീറ്റർ. 17 ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? ആൻസർ ഓപ്ഷൻ 2 5.5 മണിക്കൂർ. ആൻസർ ഓപ്ഷൻ 2 5.5 മണിക്കൂർ. 18 കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 അറബിക്കടൽ. ആൻസർ ഓപ്ഷൻ 3 അറബിക്കടൽ. 19 ഏത് നദിയുടെ തീരത്താണ് ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 1 പെരിയാർ. ആൻസർ ഓപ്ഷൻ 1 പെരിയാർ. 20 പശ്ചിമഘട്ടം മുറിഞ്ഞു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പശ്ചിമഘട്ടം മുറിഞ്ഞു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പാലക്കാട് ജില്ല. ആൻസർ ഓപ്ഷൻ 4 പാലക്കാട് ജില്ല. 21 ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 1978. ആൻസർ ഓപ്ഷൻ 2 1978. 22 ഇന്ത്യയിലെ ആദ്യത്തെ യോഗാ ഗ്രാമമായ കുന്നന്താനം ഏതു ജില്ലയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യോഗാ ഗ്രാമമായ കുന്നന്താനം ഏതു ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ 3 പത്തനംതിട്ട ജില്ലയിൽ. ആൻസർ ഓപ്ഷൻ 3 പത്തനംതിട്ട ജില്ലയിൽ. 23 ധ്യാൻ ചന്ദ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ധ്യാൻ ചന്ദ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 1 മാനുവൽ ഫെഡറിക്. ആൻസർ ഓപ്ഷൻ 1 മാനുവൽ ഫെഡറിക്. 24 രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 4 വിഴിഞ്ഞം. ആൻസർ ഓപ്ഷൻ 4 വിഴിഞ്ഞം. 25 1903 CV വിജയരാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ 2 കോഴിക്കോട് ജില്ല. ആൻസർ ഓപ്ഷൻ 2 കോഴിക്കോട് ജില്ല. 26 നാലാം അഖില കേരള കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ 3 1928. ആൻസർ ഓപ്ഷൻ 3 1928. 27 കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ അവസാനത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 1 തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ 1 തൃശ്ശൂർ. 28 കോഴിക്കോട് ആത്മപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ 4 വാഗ്ഭടാനന്ദൻ. 29 ഇന്ത്യയിലെ ഗവേഷണ ലബോറട്ടറികളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്?
ആൻസർ ഓപ്ഷൻ 2 ശാന്തി സ്വരൂപ് ഭട്നഗർ. ആൻസർ ഓപ്ഷൻ 2 ശാന്തി സ്വരൂപ് ഭട്നഗർ. 30 താളമേള വാദ്യകലാരംഗത്തെ കുലപതി സ്ഥാനീയരെ ആദരിക്കാൻ കേരള സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പല്ലാവൂർ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ 3 പല്ലാവൂർ പുരസ്കാരം. 31 ലോക സാഹിത്യത്തിലെ 3 മഹാത്മാരുടെ ചരമദിനമായ ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പ് അവകാശ ദിനം യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം ആചരിക്കുന്നത്. ആ മഹാന്മാരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 കീറ്റ്സ്. ആൻസർ ഓപ്ഷൻ 1 കീറ്റ്സ്. 32 റോമിലെ സിസ്റ്റേൺ ചാപ്പലിൻ്റെ മച്ചിൽ ചിത്രം വരച്ചിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 മൈക്കലാഞ്ചലോ. ആൻസർ ഓപ്ഷൻ 4 മൈക്കലാഞ്ചലോ. 33 ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യമായ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ കരുത്തിൽ ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഫാദർ ഡിഡൻ. ആൻസർ ഓപ്ഷൻ 2 ഫാദർ ഡിഡൻ. 34 കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 ഫറോക്ക്. ആൻസർ ഓപ്ഷൻ 2 ഫറോക്ക്. 35 സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 INS സുമിത്ര. ആൻസർ ഓപ്ഷൻ 3 INS സുമിത്ര. 36 പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വാഡ വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി പുറത്തുവിട്ട 10 വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 റഷ്യ. ആൻസർ ഓപ്ഷൻ 1 റഷ്യ. 37 പത്മശ്രീ ജേതാവായ EP നാരായണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മശ്രീ ജേതാവായ EP നാരായണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 4 തെയ്യം. ആൻസർ ഓപ്ഷൻ 4 തെയ്യം. 38 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ 2 R പ്രഗ്ലാനന്ദ. ആൻസർ ഓപ്ഷൻ 2 R പ്രഗ്ലാനന്ദ. 39 ഏത് ഗ്രഹത്തിന് സംബന്ധിച്ച പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി? ആൻസർ ഓപ്ഷൻ 4 ചൊവ്വ. ആൻസർ ഓപ്ഷൻ 4 ചൊവ്വ ഗ്രഹത്തെ. 40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി നിലവിൽ വരുന്ന ആറ്റ്പാടി കൺസർവേഷൻ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 3 മഹാരാഷ്ട്ര. ആൻസർ ഓപ്ഷൻ 3 മഹാരാഷ്ട്ര. താങ്ക് യു.